അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. കാടുപൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. അന്നു മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ, ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്ത്. ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്ത്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നൈസ് മോനെ സഞ്ജയ്. ചേച്ചി ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് അല്ലേ? ഈ പാട്ട് നീ എപ്പോഴും കേൾക്കാറുണ്ടോ? കേൾക്കുന്ന പാട്ടാണ്, ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. അതുകൊണ്ട് കൊടുത്തു നോക്കിയാണ് കിട്ടി. ഓക്കെ, എങ്ങനെ ഉണ്ടായി ചലഞ്ച് റൗണ്ട്? ഒരു എക്സ്പീരിയൻസ് ആണ് ഈ റൗണ്ട്. മുമ്പേ ജൂനിയർ സീസണിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴാലോചിച്ചിട്ട് എങ്ങനെ ഈ പാടുന്ന ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചേച്ചി. സഞ്ജയ്, മാം ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ആരുടെ സെലക്ഷനാണ്? അമ്മ പറയുന്ന അമ്മയുടെ ഇഷ്ടമാണ്. കാരണം അങ്ങനെ ഒരു തലമുറയിലുള്ള ഒരാൾക്ക് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. ഇപ്പോഴും നമ്മൾ വേദികളിലൊക്കെ പാടുമ്പോൾ എല്ലാവരും വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തും. അത് ആ മാജിക്, അത് ക്രിയേറ്റ് ചെയ്തവരുടെ മാജിക്കാണ്. ക്രിയേറ്റേഴ്സ് ആരാണ്? ഇത് റോസി എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. ഇത് മ്യൂസിക് ചെയ്തത് KV ജോബ് സാറാണ്. അതല്ലേ
ലിറിക്സ് എഴുതിയത് പി ഭാസ്കരൻ മാഷും, പാടിയത് കെ ജി യേശുദാസ് സാറും. എന്ത് വേണം, എന്തൊരു കോമ്പിനേഷൻ. ഓരോ വരികളിലും എന്തുമാത്രം സോളാണ്, എന്തൊരു ഭംഗിയാണ് കേൾക്കാൻ അല്ലേ. അനുപല്ലവി അതിങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, കാരണം ആ വരികളിലൊക്കെ ഒരു കഥയുണ്ട്. അത് നമ്മളിങ്ങനെ ഓർത്തോർത്ത് പോകും. നല്ല ഒരു കഥ പറയുന്ന ഒരു ലാഘവത്തിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. ആ സ്ട്രിങ്സൊക്കെ മനോഹരമായിരുന്നു. ഫാന്റാസ്റ്റിക്. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു പെർഫോമൻസ്. സഞ്ജയുടെ ആ വോയിസിനകത്ത് ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. സോഫ്റ്റായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒന്ന് ആ ഇത് നിർത്തിയ സമയത്ത് നമ്മുടെ മ്യൂസിക് എല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഒതുക്കി അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളൊരു രീതിയിൽ തന്നെ സഞ്ജയ് പാടി. എനിക്കിഷ്ടപ്പെട്ടു, നന്നായിരുന്നു മോനെ. പിന്നെ 2-3 സ്ഥലങ്ങൾ കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. ശ്വാസം തീർന്നു പോയ പോലുള്ളൊരു ഫീലായിരുന്നു വന്നത്. അതായത് അനുപല്ലവിയുടെ ഫിനിഷിങ് അതൊന്ന് പാടും മോനെ. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ പാടിച്ചെന്താന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ സഞ്ജയ് അങ്ങ് ഒതുക്കുന്നില്ലേ. ഒതുക്കുന്നത് നല്ലതാ, പക്ഷെ അതൊരു സംശയത്തിന്റെ രീതിയിലാണ് പോകുന്നത്. ആ പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. നെക്സ്റ്റ് ലൈൻ എന്തായിരുന്നു? അത് റിപ്പീറ്റിൽ അത് തന്നെയാണ്. അപ്പൊ ആ അവിടെ നേരത്തെ പാടിയപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ടായിപ്പോയി. കുറച്ചുകൂടി ഒരു സസ്റ്റെയിൻ വെക്കാമായിരുന്നു അവിടെ. അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് കൂടുതലും തോന്നിയത്. അല്ലാതെ ഇറ്റ് വാസ് എ നൈസ് സോങ്. ഒന്നാമത് ഒരു ക്യൂട്ട് സോങ് ആണ്. ഇത് ആര് പാടിയാലും നമുക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നമുക്കൊരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നല്ല തന്നെയായിരുന്നു മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ് ഉഗ്രം പാട്ട്. സഞ്ജയ് കിടുക്കാച്ചി പാട്ട്. കാരണം സിംപ്ലിസിറ്റി, ഇതിൽ കൂടുതൽ സിമ്പിളായിട്ടൊരു പാട്ടില്ല, എന്നാൽ ഇത്രയും സുഖമുള്ളൊരു പാട്ടുമില്ല. എപ്പോൾ കേട്ടാലും നമുക്ക് അത്രയും ഒരു സന്തോഷമാണ് മോനെ. ഇത് നമ്മുടെ ദാസേട്ടൻ പാടി വെച്ചേക്കുന്നത് ഒരു നിവൃത്തിയില്ല. ഓൻ നന്നായിട്ട് പാടി. എനിക്ക് തന്ന ലിറിക്കിൽ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പ് വെള്ളം. കുതുമ്പ് വെള്ളം എന്ന് എഴുതി തന്നേക്കുന്നത് മൊത്തം ഒരുമാതിരി കള്ളുകൂടിയന്മാർ എഴുതി തന്നോണ്ട് എഴുതി തന്നെ എല്ലാ സ്ഥലത്തും. കള്ളുകൂടിയനായിട്ട് ഇപ്പൊ ആക്ട് ചെയ്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ ഒരു എഫക്റ്റിലാണ് അവൻ അങ്ങനെ. ഹാങ് ഓവർ ആണ് മൊത്തം വെള്ളം കേട്ടോ. അത് നോക്കിക്കോളാം മനെ. ഇത് സെക്കൻഡ് ഹാഫ് ഒന്ന് പാടി കേൾപ്പിക്കാമോ? പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണേ നിൻ കവിളിൽ കണ്ടു. ആ ഫ്രേസ് വളരെ ഇതിന്റെ ഒരു 30-40% കുറയ്ക്ക്. നീ പാടി വന്ന ലെവലിനേക്കാണ്. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു. അവിടെ അമ്മ വേണ്ട, അതെല്ലാം ഓൾ ഗ്ലൈഡ്സ്. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് മതി. കാരണം ആ ഒരു ഡിഫറൻസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്നതാണ്, ഒറ്റ ലെവലിൽ അങ്ങ് വിളിക്കണ്ട. അത് ഈ സ്ഥലം വരുമ്പോൾ അന്ന് കുറയുമ്പോൾ നല്ല സുഖമാണ്. അതിനൊരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റും ഉണ്ട്. അതൊക്കെ കേൾക്കണ്ടേ? കേൾക്കണോ? പിന്നെ എന്തിനാ അങ്ങനെ പാടിയത്? സഞ്ജയ് നന്നായിട്ട് തന്നെ പാടിയതാ. ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ നീ. ഇവിടുത്തെ മഹാബുദ്ധിശാലിയാണ് നീ. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ എന്താണ് അതിൻ്റെ സോൾ, എന്തുകൊണ്ടാണ് നമ്മൾ ആഹാ എന്ന് പറയുന്നത്, ആ ആഹാ എലിമെൻ്റ് എവിടെ നിന്നാണ് വരുന്നത്, അപ്പോൾ നമ്മൾ രസിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഞാൻ ആരെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല പറയുന്നത്, അത് ഉൾക്കൊണ്ട് എന്താണ് ആ ജോമാഷ് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ദാസൻ അവിടെ സോഫ്റ്റായിട്ട് മതി എന്നുള്ളതോട്ട് പാടിയത്. ചിലപ്പോൾ ദാസൻ്റെ കയ്യിലിട്ട് പാടിയതായിരിക്കും. വാട്ട് എവർ, അത് ആ പാട്ടിന് കുറേയും കൂടെ ബ്യൂട്ടി തരുന്നുണ്ട്, അഴക് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തന്നെ പാടണം സാർ. കേട്ടോ ചക്കര, എനിക്ക് നിന്നെ കുറേ ഇഷ്ടമാണ്. താങ്ക് യു സാർ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ?
എന്താന്ന് ചോദിക്കടാ? ഇല്ല സാർ. എന്താ? അറിയൂ, ഇല്ല. എന്താ? നീ നന്നായിട്ട് പാടുന്നുണ്ട്. താങ്ക് യു സാർ. നീ ഉഗ്രം പാട്ടുകാരനാടാ, അതുകൊണ്ടാ കേട്ടാ. ഐ ലവ് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷാനിക്ക സഞ്ജയ് സാറേ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഞാനും ഈ കൊതുമ്പ് വെള്ളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്ത് വെള്ളം എന്ന് ഞാനിങ്ങനെ ഓർത്തുപോയി. പിന്നെ സഞ്ജയ് ഒരു ഉഴപ്പനാണ്. തോന്നുന്നല്ല. ഉഴപ്പനെല്ലാം തോന്നുന്നു. അമ്മയടുത്ത് ചോദിച്ചറിയാം അവന്റെ. ഇതിൽ ഞാൻ ചില ഉഴപ്പുകൾ കാണുന്നുണ്ട് എന്തൊക്കെയാ ഷാനിക്ക? എഴുതിയതിൽ വെച്ച്. ഒന്ന് വെള്ളം. ആ, ലോകം മുഴുവൻ വെള്ളം. ലോകം മുഴുവൻ വെള്ളം. പിന്നെ അല്യാമ്പില് പല്ലവി റിപ്പീറ്റ് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. എവിടെ? അല്ല, റിപ്പീറ്റ് ഇല്ല. അവിടെ ഓർക്കസ്ട്രയ്ക്ക് വന്നപ്പോൾ റിപ്പീറ്റ് ആക്കിയതാ. അത് എഴുതിയിട്ടില്ല. ആ, പഠിച്ചു വന്നത് ഒന്നായിരുന്നു, പക്ഷേ ഓർക്കസ്ട്രയ്ക്ക് വന്നപ്പോൾ അത് റിപ്പീറ്റ് ആക്കി. ശരിക്കും ഒറിജിനൽ റിപ്പീറ്റ് ഇല്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടോട്ടം പാടുന്നുണ്ടെങ്കിൽ രണ്ടോട്ടം എഴുതണടാ സാർ അത് എഴുതിയപ്പോൾ പിന്നെ മാറ്റം പറഞ്ഞു. ഇത് പിന്നെ നിന്റെ ഇതേ പ്രശ്നം ഞാൻ നമ്മുടെ മാഷിലും കാണുന്നുണ്ട്. മാഷ് ഇൻഡിറ്റൂന്റെ ആളാ. ഞാൻ കഴിഞ്ഞ തവണ മാഷ് അതുപോലെ അവസാനം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം 2 തവണയില്ലേ? ആ, ഇതിലൊന്നേ ഉള്ളൂ. അപ്പൊ ഈ വക പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇനി മാർക്ക് ഓർക്കും കേട്ടോ. എത്ര പാടുന്നുണ്ടോ അതെല്ലാം വേണം. ഇൻഡു വേണം. ഇൻഡിറ്റൂ കൊണ്ട് വരരുത്, എടുത്തു വെക്കണം. ഇൻഡിറ്റൂ കൊണ്ട് വന്നാൽ മാർക്ക് കുറയ്ക്കും. .2 പോവും. അത് നമ്മൾ കുറേ തവണ നമ്മളിവിടെ പറഞ്ഞതാണത്. പിന്നെ തന്നെ പെണ്ണെ നിൻകവിളിൽ ഒതുക്കേണ്ട ഭാഗം ഒതുക്കിയിട്ട് തന്നെ പാടണം. ഓപ്പണായിട്ട് പാടേണ്ട ഭാഗം ഓപ്പണായിട്ട് പാടണം. ഇപ്പം പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പറഞ്ഞു. അത്രേ ഉള്ളൂ. എല്ലാവരുടെ മനസ്സിലുള്ളൊരു പാട്ടാണ്. അപ്പം അത് നമ്മളത് കേൾക്കുന്നത് തന്നെ ഒതുക്കി പാടിയതാണ് അല്ലേ ആ ഭാഗം. അപ്പം പിന്നെ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. That's it. All the best. താങ്ക് യു ഷാനിക്ക. ഓക്കെ സഞ്ജയ്, മാർക്സ് വയ്ക്കാം. ഉഴപ്പാ? ഉഴപ്പാണ്. എന്റെ മാർക്ക് ഇപ്പൊ കുറയും. അയ്യോ ശരത് സാർ, നമുക്ക് ഈ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് തന്ന ജോബ് മാഷിനെയും ഭാസ്കരൻ മാഷിനെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ 8.8 മാർക്സ് തരും. താങ്ക് യു സർ. ഷാനിക്ക? ഞാനൊരു 8.6. താങ്ക് യു ഷാനിക്ക. ചേച്ചി? സഞ്ജയുടെ മാർക്സ് ദാ ഗാനക്കുടത്തില്. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.4. ഓക്കെ.